നമ്മളിന്ന് വന്നിട്ടുള്ളത് റംസാനിലെ ജോലികൾ എളുപ്പമാക്കാനുള്ള കുറച്ച് പൊടിക്കൈയും ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നേരത്തെ തന്നെ കട്ട്ലറ്റൊക്കെ തയ്യാറാക്കി എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. പക്ഷേ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. എല്ലാം കൂടെ ആകുമ്പോൾ ഒത്തിരി ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് എയർ ടൈറ്റ് കണ്ടെയ്നറിലും സിപ്ലോക്ക് ബാഗിലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസം 15 ദിവസമൊക്കെ നമുക്ക് ഫില്ലിംഗ് എല്ലാം തയ്യാറാക്കുമ്പം വെള്ളം ചേർക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നോമ്പിന് മാത്രമല്ല അല്ലാത്ത സമയം നമുക്ക് തക്കാളിയെല്ലാം നല്ല ലാഭത്തിന് കിട്ടുന്ന സമയത്ത് ഇതുപോലെ വാങ്ങിച്ച് സീസണിൽ ഫ്രീസറിൽ കട്ട് ചെയ്ത് നനവില്ലാത്ത ബോക്സിൽ വെക്കുകയാണെങ്കിൽ 1-1.5 മാസത്തോളം തക്കാളി നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഇതുപോലൊരു കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇരിക്കണമെന്ന് നോക്കി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഫ്രീസറിൽ വെക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തേങ്ങയും നമുക്ക് ഇതുപോലെ നേരത്തെ തന്നെ തിരികെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ജോലിക്കൊക്കെ നല്ല എളുപ്പമാവും. പെട്ടെന്ന് തന്നെ നമുക്ക് അത്യാവശ്യം വന്നാൽ എടുത്ത് യൂസ് ചെയ്യാനും പറ്റും. പ്രത്യേകിച്ച് നോമ്പ് സമയങ്ങളിൽ നമുക്ക് ഇതിനു വേണ്ടി സമയം കണ്ടെത്താതെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല. നമ്മുടെ ഇബാദത്തും കാര്യങ്ങളും എല്ലാം മുടക്കമായി പോകും. ഖുർആൻ പാരായണം ചെയ്യാനും കൂടുതൽ സമയം നമുക്ക് ചിലവഴിക്കാൻ പറ്റും. ഇവിടെ ഒരു 4 കിലോ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് ഉലിച്ച് കഴുകിയതിന് ശേഷം ഞാൻ മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ അടിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് ഓരോ കണ്ടെയ്നറിലോ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സവാള മൊത്തം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടി ചേർക്കുന്നില്ല, ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3-4 വിസിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം നിങ്ങൾ പുറത്ത് വെക്കരുത്. ഇവിടെ 3-4 കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ദിവസത്തിന് ആവശ്യമായിട്ടുള്ള മാത്രം കോരി വയ്ക്കാം. സിപ്ലോക്ക് ബാഗിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാം. 1 കിലോ വെളുത്തുള്ളിയും 1 കിലോ ഇഞ്ചിയും ഞാൻ എടുത്തിട്ടുണ്ട്. 2-3 രീതിയിലാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഫ്രിഡ്ജ് ബോക്സിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പം വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നമുക്ക് പല രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്യാനും മറക്കരുതേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ റമദാന് മുമ്പായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്നുള്ള ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.